ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ ഇപ്പൊ കൊറേ നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോന്നു. അപ്പൊ ജനലും വാതിലൊക്കെ അടച്ചിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വണ്ടിയും കിടക്കുന്നുണ്ട്. എന്താ പകല് ജനലും വാതിലൊക്കെ അടച്ചിട്ടിരിക്കണ്? ആ സൂറാത്ത, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നേ. ഞാനേ ഇക്കാകെ ഇവിടെ ഇല്ല. ഇക്ക 2 ദിവസമായി എറണാകുളത്തേക്ക് പോയിട്ട്. അപ്പൊ ഞാനും കുട്ടികളെന്നെ ഉള്ളൂ. ഇപ്പൊ TV മൊബൈലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതല്ലേ ഉള്ളൂ. കള്ളം കയറി, അവിടെ കയറി, ഇവിടെ കയറി. അപ്പൊ അത് കേൾക്കുമ്പോ എനിക്കൊക്കെ ഇതൊക്കെ പേടിയാ. അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് ബെല്ലടിക്കായിരുന്നില്ലേ? ഞാൻ ജനലും വാതിൽ അടച്ചിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് ബെല്ലടിക്കായിരുന്നില്ല. വരീന്ന് സൂറാത്ത, ചായ അടിച്ച് പോവാ. അത് പറഞ്ഞാ പറ്റില്ല. വരി നിങ്ങള്, വരീന്നു. നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. വായ വരി. വേണ്ടടി മോളെ, ചായ ഇപ്പൊ കുടിച്ച്. വരീന്നു. ഒരു കഥ പറയാണ്ട്. ഇന്നലെ രാത്രി നടന്നതാ. അവിടെ നിന്ന് പറഞ്ഞാൽ ശരിയാവും. നിങ്ങൾ കേട്ട് വരി. എന്താ എനിക്ക് പറയാനുള്ളത്? ഈ പെണ്ണിന്റെ ഒരു കാര്യം ഞാൻ കുടിച്ചിക്കണേ. അന്നാ എന്താ പറയാനുള്ളതെന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് കയറി ഇരിക്കേ. ചായ എടുക്കുകയാണെങ്കിൽ മധുരം കുറച്ച് മതിറ്റാ. ഷുഗറൊക്കെ ഉള്ളതാണ്. എന്നാലും ചായ മാത്രം ഞാൻ കുടിക്കാണ്ട് നിൽക്കുള്ളൂ. മധുരമുള്ള എന്തേലൊക്കെ കണ്ട അപ്പൊ ഞാൻ തിന്നു. സൂറാത്ത, അങ്ങോട്ട് വരീന്നു. ഇവിടെ ഇരിക്കാം. ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് ഇരിക്കാം. ഇങ്ങോട്ട് വെച്ചടി മോളെ. ഇങ്ങോട്ട് കൊണ്ടിരേ. ഇനിയിപ്പൊ അങ്ങോട്ട് വരിക. കടിയൊന്നും വേണ്ട. തീരെ പറഞ്ഞാ സമ്മതിക്കൂലേ പെണ്ണ്. എന്നിട്ടോ എപ്പോഴാ പോയേ? എടുത്ത് മധുര രണ്ടാമപ്പച്ചി തീരെ മധുരത്തില്ലേ. ഞാൻ ഇപ്പൊ ചായ കുടിക്കാതിരുന്നേല്ല. അനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞി? എന്തെന്നേരം ഉണ്ടായി? ഇന്നലെ വൈകുന്നേരമാണ് ഇക്കാ പോയാ പിന്നെ മക്കളെ കാര്യം പറയണ്ടല്ലോ. മൊബൈലിന്മേൽ തന്നെ മൊബൈലിന്മേൽ. ഞാൻ എന്നിട്ട് രാത്രി മീൻ പൊരിക്കാൻ അടുക്കളയ്ക്ക് പോയതാ. അപ്പോഴാണ് ഇന്നലെ രാത്രി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുക്കളയ്ക്ക് വന്നു. കോരമീനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കാകില്ലാത്ത കാരണം മക്കള് വാശി പിടിച്ചിട്ട് കുറച്ചധികം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിങ്ങിണിപ്പൂച്ചയാണെങ്കിൽ എന്നില്ലാത്തൊരു വെപ്രാളം. അങ്ങണ്ടോടുക എങ്ങണ്ടോടുക. എൻ്റെ പൊന്നാര സുഖാത്താന്ന് പറയണ്ട. എന്തോ ഒരു പേടിയായിരുന്നു. സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വാതിൽ തുറക്കാൻ വേണ്ടി പോയി. ബാക്ക് സൈഡിലത്തെ ലൈറ്റ് ഇട്ടിട്ട് ഞാനങ്ങനെ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് നിന്ന്.
വാതിൽ തുറന്നപ്പോഴാണ് ലൈറ്റ് കത്താത്ത കാര്യം ഞാൻ ഓർത്തത്. നോക്കി നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട്. ആ പോസ്റ്റുമ്മത്തെ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കി ചുറ്റിലും നല്ല ഇരുട്ട്. ഇതില് ഇക്കാകുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ വാതിൽ തുറന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഇക്കാക അവിടെ ഇല്ലാത്ത കാര്യമൊക്കെ ഓർമ്മ വന്നത്. പിന്നെ എനിക്കെന്തോ ഭയങ്കര പേടിയായി, ആരോ മതിലെടുത്ത് ചാടി പോലെ. ഞാൻ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒക്കെ ഒന്ന് നോക്കി. പിന്നെ എന്തോ എനിക്ക് വല്ലാത്തൊരു പേടി തോന്നി. ഞാൻ പെട്ടെന്ന് ഒരു സൗണ്ടും കൂടി കേട്ടപ്പോൾ ഞാൻ പിന്നെയും നോക്കി. പിന്നെ ഒന്നും നോക്കിയില്ല. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് ഓടിയിട്ട് പെട്ടെന്ന് വാതിലടച്ചു. ഇജി എന്താ പൊട്ടിയാ? ഇജി കേക്കലില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് കേക്കലില്ല. ഇപ്പൊ നമ്മളടുത്തല്ലേ ഇപ്പൊ ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്ന് മാല പൊട്ടിച്ചോണ്ട് ആ ചേച്ചിയുടെ കഴുത്തിന്ന് അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒച്ചപ്പാട് കേട്ട് വാതിൽ തുറന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴല്ലേ ആ പെണ്ണിന്റെ കഴുത്തിന്ന് ആ മാല പൊട്ടിച്ചോണ്ടേ. ഇജല്ലേ മൊബൈല് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട് എന്നൊക്കെ എന്നോട് വന്ന് പറയല്ലേ. അതൊക്കെ തീരെ ഒരു ബുദ്ധിയില്ല. അല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഇപ്പൊ ഒറ്റക്ക് പോയിട്ട് വാതിൽ തുറന്നിട്ട് അവരെങ്ങാനും എന്റെ തലക്കടിച്ചിട്ട് ആ മുതലൊക്കെ കൊണ്ടുപോയാലേ, മുതല് കൊണ്ടുപോയാ പൊട്ടേന്ന് വിചാരിക്കുക. ആ മക്കൾക്ക് പിന്നെ തള്ളുണ്ടാവുമോ? അതൊക്കെ തീരെ ഒരു ബോധമില്ലേ. അതിന്റെ സൂറാത്ത അക്കാകളുള്ള ഓർമ്മയിൽ തുറന്നതാണ് ഞാൻ വാതില്. അതിന്റെ ശേഷമാണ് എനിക്ക് മണ്ടത്തരം പറ്റിയല്ലോ എന്ന് ഞാൻ ആലോചിച്ച്. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് ഉണ്ടായ ഒരു സംഭവമാണ്. അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വീഡിയോ ആയി ഷെയർ ചെയ്തത്. രാത്രി സമയങ്ങളിൽ ടാപ്പ് തുറന്നിടുക, അതുപോലെ കോണിംഗ് ബെല്ല് വന്നടിക്കുക, അതുപോലെ വാതിൽ മുട്ടുക, അങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. കാരണം അത് നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് അടിക്കാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.